എൻ്റെ പേര് അഖിലേഷ്. ഞാൻ കൊച്ചിയിൽ നിന്നുള്ള ആളാണ്. 2014 ഈ സംഭവം നടക്കുന്നത്. അന്നെനിക്ക് ഒരു കമ്പനിയുടെ പാലക്കാട് ബ്രാഞ്ചിൽ താൽക്കാലികമായി ജോലി കിട്ടി. 6 മാസത്തെ പ്രോജക്റ്റ് ആയിരുന്നു. കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിലൊരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഭംഗി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പച്ചപ്പ്, പാടങ്ങൾ, മലനിരകൾ എന്നൊക്കെ. പക്ഷേ അവിടെ പോയി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അന്ന് എനിക്കൊരു അറിവും ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളം സൗത്തിൽ നിന്ന് പാലക്കാട് ജംഗ്ഷനിലേക്കുള്ള യാത്ര. ട്രെയിൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ കാഴ്ചകൾ മാറി തുടങ്ങി. ആദ്യം നഗരത്തിൻ്റെ തിരക്കും കെട്ടിടങ്ങളും, പിന്നെ ക്രമേണ പറമ്പുകളും ചെറിയ വീടുകളും. തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ പാടങ്ങൾ കണ്ടു തുടങ്ങി. വിശാലമായ നെൽപ്പാടങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തേക്ക് ട്രെയിൻ കയറുമ്പോൾ ചുറ്റും പച്ചപ്പ് കൂടി. വലിയ മലകൾ ദൂരെ കാണാം. അവയുടെ മുകളിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്നു. വളരെ ശാന്തമായ ഒരു കാഴ്ച. നഗരത്തിൻ്റെ ബഹളം മറന്ന് മനസ്സ് ശാന്തമായി. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. എനിക്ക് താമസിക്കേണ്ട സ്ഥലം പാലക്കാട് ടൗണിൽ നിന്നും അല്പം മാറിയൊരു ഗ്രാമത്തിലായിരുന്നു. ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം. ഓട്ടോയിൽ പോകുമ്പോൾ ഇരുവശവും തെങ്ങുകളും ചെറിയ വീടുകളും ഇടയ്ക്ക് കുളങ്ങളും അമ്പലങ്ങളും. റോഡ് ഇടുങ്ങിയതാണെങ്കിലും നല്ല മരച്ചോട്ടിലൂടെയുള്ള യാത്ര സുഖകരമായിരുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ ഒരു വളവിൽ വണ്ടി നിർത്തി. എനിക്കിറങ്ങേണ്ട വീട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇറങ്ങി നോക്കി. ഒരു ചെറിയ ഓടിട്ട വീട്. വീടിന് മുന്നിൽ ഒരു ചെറിയ മുറ്റം. വീടിന് ചുറ്റും പറമ്പ്. പറമ്പിന് ചുറ്റും കമ്പിവേലി കെട്ടിയിരിക്കുന്നു. അതും നല്ല ഉയരത്തിൽ കട്ടിയുള്ള കമ്പികൾ കൊണ്ടുള്ള വേലി. ആരും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ വേലി. വീടിൻ്റെ ഉടമസ്ഥൻ ഒരു പ്രായം ചെന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, പട്ടികളോ മറ്റോ ഉള്ളിൽ കടക്കില്ല, വേലി നല്ല ഉറപ്പുള്ളതാണ്. ഞാനത് കേട്ട് സമാധാനിച്ചു. കാരണം രാത്രി തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടാകുമോ എന്ന് എനിക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. വീട് പഴയതാണെങ്കിലും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഓടിട്ട മേൽക്കൂര. ചുമരുകൾക്ക് നേരിയ വെള്ളം പൂശിയിട്ടുണ്ട്. ജനലുകൾക്ക് തടിപ്പലകയുടെ പാളികൾ. ഉള്ളിലൊരു ഹാൾ, ഒരു കിടപ്പുമുറി, അടുക്കള, ഒരു കുളിമുറി. എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ധാരാളം. എനിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു. വാടകയും കുറവായിരുന്നു. ജോലിസ്ഥലത്തേക്ക് അധികം ദൂരമില്ല. അങ്ങനെ ഞാൻ അവിടെ താമസം തുടങ്ങി. ആദ്യത്തെ ദിവസം വൈകുന്നേരം വരെ എല്ലാം നല്ലതായിരുന്നു. ഞാൻ വീടിന് ചുറ്റും നടന്നു. പറമ്പിൽ ചെറിയ തെങ്ങുകളും വാഴകളുമുണ്ട്. ചുറ്റും ശാന്തത. ദൂരെ പാടങ്ങൾ കാണാം, കിളികളുടെ ശബ്ദം. വൈകുന്നേരം ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് ചില സാധനങ്ങൾ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം പാകം ചെയ്തു. ഒറ്റയ്ക്കുള്ള ജീവിതം അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. കൊച്ചിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയെല്ലാം ശാന്തമാണ്. രാത്രി 7 മണിയായപ്പോഴേക്കും ചുറ്റും ഇരുട്ട് പരന്നു. ഗ്രാമത്തിലെ രാത്രി വളരെ ഇരുണ്ടതാണ്. വഴിവിളക്കുകൾ കുറവ്. എങ്കിലും വീടിനകത്ത് വൈദ്യുതിയുണ്ട്. ഞാൻ ഹാളിലിരുന്ന് കുറച്ചു നേരം പുസ്തകം വായിച്ചു. പിന്നെ 10 മണിയോടെ കിടപ്പുമുറിയിലേക്ക് പോയി. കിടപ്പുമുറിയുടെ ജനൽ പറമ്പിലേക്ക് തുറക്കുന്നതാണ്. ജനലിനപ്പുറം വേലിയും കാണാം. ജനലടച്ച് കുറ്റിയിട്ട ശേഷം ഞാൻ കട്ടിലിൽ കടന്നു. ഉറക്കം വന്നു തുടങ്ങിയപ്പോഴാണ് ആദ്യം ഒരു ശബ്ദം കേട്ടത്. വേലിക്ക് പുറത്തു നിന്ന് ഒരു പട്ടിയുടെ കുര. ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കുരയുടെ എണ്ണം കൂടി. ഒന്നല്ല, ഒരുപാട് പട്ടികൾ. വ്യത്യസ്ത ശബ്ദങ്ങളിൽ അവ കുരയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് നീണ്ട ഓരിയിടൽ. ഓരിയിടുന്നത് രാത്രിയിൽ കേൾക്കാൻ പ്രത്യേകിച്ച് ഭയാനകമാണ്. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ശബ്ദം വേലിയുടെ പുറത്തുനിന്ന് തന്നെ. അവ വേലിക്ക് ചുറ്റും നടക്കുന്നത് പോലെ തോന്നി. പല ദിക്കിൽ നിന്നും കുര വരുന്നു. പക്ഷേ വേലി കടന്ന് അകത്തേക്ക് വരാൻ കഴിയില്ല എന്ന ഉടമസ്ഥൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തു. സത്യത്തിൽ ആ വേലി ശരിക്കും ഉറപ്പുള്ളതാണ്. അടിഭാഗം വരെ കമ്പികൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പട്ടികൾക്ക് താഴെ കൂടി കടക്കാൻ പറ്റില്ല. പക്ഷേ അവയുടെ കുരയും ഊരിയും കേട്ട് എൻ്റെ ഉറക്കം പൂർണ്ണമായി നശിച്ചു. ഞാൻ കുറേ നേരം കാത്തിരുന്നു. എപ്പോഴെങ്കിലും നിർത്തുമോ എന്ന് കരുതി. പക്ഷേ നിർത്തിയില്ല. ഇടവിട്ട് കുരയ്ക്കും, പിന്നെ അല്പം നിശബ്ദത, വീണ്ടും ഒരുമിച്ച് ഓരിയിടും. അത് കേട്ടപ്പോൾ എനിക്കല്പം ഭയം തോന്നി. എന്തോ അസ്വാഭാവികത. പട്ടികൾ സാധാരണ ഇങ്ങനെ ഒരുമിച്ച് കൂടി കുരയ്ക്കാറുണ്ട്.
പക്ഷേ ഇത്ര നേരം തുടർച്ചയായി കുരയ്ക്കുന്നത് കേട്ടിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് ജനലിനരികിൽ പോയി തടിപ്പലകയുടെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. വേലിക്കപ്പുറം ഇരുട്ട് മാത്രം. യാതൊരു രൂപവും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ കുര ശക്തമായി കേൾക്കുന്നു, ചിലത് വളരെ അടുത്തു നിന്നെന്ന പോലെ. ഞാൻ പതുങ്ങി തിരികെ കട്ടിലിൽ പോയി കിടന്നു. തലയണ കൊണ്ട് ചെവി പൊത്തി. എങ്കിലും ശബ്ദം ഉള്ളിലേക്ക് തുളഞ്ഞു കയറി. അങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ ഏതാണ്ട് 4 മണിക്ക് ശേഷമാണ് കുര നിലച്ചത്. എങ്കിലും എൻ്റെ കണ്ണുകൾ അടഞ്ഞില്ല. ശരീരം തളർന്നു, പക്ഷേ ഉറക്കം വരുന്നില്ല. പുലർന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. പറമ്പിൽ ചുറ്റി നടന്നു. വേലിയുടെ അടുത്ത് പോയി നോക്കി. യാതൊരു അടയാളവുമില്ല. പട്ടികൾ കടിച്ചു കീറിയ പാടുകളോ കാൽപ്പാടുകളോ ഒന്നും കണ്ടില്ല. എങ്കിലും മനസ്സിലൊരു അസ്വസ്ഥത ബാക്കി നിന്നു. ഇന്നലെ രാത്രി നടന്നത് യാദൃശികമായ എന്തെങ്കിലുമാണെന്ന് എന്നെ സ്വയം പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ജോലിക്ക് പോയി. പകൽ മുഴുവൻ ക്ഷീണം കാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആകെ തളർന്ന അവസ്ഥ. നേരെ കിടക്കണമെന്ന് കരുതി ഞാൻ രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നു. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. രണ്ടാമത്തെ രാത്രി ആദ്യം ശാന്തമായിരുന്നു. കുറേ നേരം കാത്തിരുന്നു. പട്ടികളുടെ ഒരു ശബ്ദവും കേട്ടില്ല. ഞാൻ ആശ്വസിച്ചു. ഒരുപക്ഷെ ഇന്നലത്തെ സംഭവം വെറുമൊരു യാദൃശ്ചികത മാത്രമായിരിക്കും. ഞാൻ കിടന്ന് മയങ്ങാൻ തുടങ്ങി. ഏകദേശം 11 മണിയോടടുത്ത സമയത്താണ് പുതിയ ശബ്ദം കേട്ടത്. ഇത്തവണ അത് വളരെ അടുത്തു നിന്നായിരുന്നു. എൻ്റെ കിടപ്പുമുറിയുടെ തൊട്ട് പുറത്ത്, ജനലിലേതാണ്ട് താഴെയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പട്ടി കുരച്ചു. ഒറ്റപ്പട്ടിയുടെ കുര. പക്ഷേ ഇത് വല്ലാത്ത ആഴമുള്ള താഴ്ന്ന ശബ്ദമായിരുന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. ആദ്യം തോന്നിയത് പട്ടി എങ്ങനെ വേലി കടന്ന് ഉള്ളിൽ കയറിയെന്നാണ്. വേലി വളരെ ഉറപ്പുള്ളതാണ്, അടിവശത്ത് വിടവില്ല. എന്നിട്ടും ശബ്ദം എൻ്റെ മുറിയുടെ തൊട്ടടുത്ത് നിന്നാണ്. ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ എഴുന്നേറ്റു. ലൈറ്റ് ഇട്ടില്ല. ഇരുട്ടിൽ തപ്പി ജനലിനരികിലേക്ക് നടന്നു. ജനൽ തടിപ്പലക കൊണ്ടുള്ളതാണ്, 2 പാളികളായി തുറക്കുന്നത്. ഞാനതിൻ്റെ കുറ്റി നീക്കി പതുക്കെ ഒരു പാളി തുറന്നു. പുറത്ത് നിലാവിൻ്റെ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. ആദ്യം ഒന്നും കണ്ടില്ല. പിന്നെ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു. കമ്പിവേലിയുടെ അപ്പുറത്ത് ഏതാണ്ട് 5-6 അടി ദൂരെ ഒരു നായ ഇരിക്കുന്നു. കറുത്ത നിറം, വലിയ ശരീരം. അതിൻ്റെ കണ്ണുകൾ നിലാവിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലും ഭയങ്കരമായത് അതിൻ്റെ നോട്ടമായിരുന്നു. ആ നായ എന്നെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. ഒരു ചലനവുമില്ല, കുരയ്ക്കുന്നില്ല, വാലിളക്കുന്നില്ല. ശില പോലെ ഇരുന്ന് എന്നെ തുറിച്ചു നോക്കുകയാണ്. ആ നോട്ടം എൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ തോന്നി. എൻ്റെ ശരീരം ആകെ തരിച്ചു. കൈകാലുകൾ തണുത്തു. എനിക്ക് ജനൽപട്ട നടക്കാനല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ശക്തിയിൽ പാളി വലിച്ചടച്ചു, കുറ്റിയിട്ടു. എന്നിട്ടും ആ കണ്ണുകൾ എൻ്റെ മുന്നിൽ തന്നെ നിന്നു. ഞാൻ കട്ടിലിൽ ചെന്ന് കിടന്നു. ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുറത്ത് കുരയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഇപ്പോൾ അത് കൂടുതൽ അടുത്തു നിന്ന പോലെ. പക്ഷേ അതായ വേലിയുടെ അപ്പുറത്ത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം വേലിക്ക് പുറത്തായി ഞാനതിനെ കണ്ടതാണല്ലോ. എന്നാൽ ശബ്ദം വീടിനുള്ളിൽ നിന്നെന്ന പോലെ വ്യക്തമായിരുന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഉറങ്ങാൻ ശ്രമിച്ചു. എപ്പോഴോ കുര നിലച്ചു. എന്നിട്ടും ഉറക്കം വന്നില്ല. പുലരും വരെ ഞാൻ ഉറങ്ങാതെ കിടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കടുത്ത തളർച്ച. ജോലിക്ക് പോകാൻ തന്നെ പ്രയാസം. പക്ഷേ പോയി. പകൽ മുഴുവൻ ഇടയ്ക്കിടെ ആ നായയുടെ മുഖം ഓർമ്മ വന്നു. രാത്രിയാകുമ്പോൾ എന്താകുമെന്ന ഭയം അന്ന് വൈകുന്നേരം വരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വൈകുന്നേരത്ത് മടങ്ങിയെത്തി ഞാൻ വേലിയുടെ പരിസരം വീണ്ടും നന്നായി പരിശോധിച്ചു. കമ്പികൾക്കെവിടെയും കേടുപാടുകളില്ല. പട്ടിക്ക് കടക്കാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ ആ ശബ്ദം അത്ര അടുത്ത് കേട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ അളന്നു നോക്കി. ജനലിൽ നിന്ന് വേലിയിലേക്കുള്ള ദൂരം ഏകദേശം 10 അടി. വേലിക്കപ്പുറത്ത് നിന്ന് പട്ടി കുരച്ചാൽ ശബ്ദം ഇത്രയടുത്ത് തോന്നില്ല. പക്ഷേ ഞാൻ കേട്ടതും കണ്ടതും വ്യക്തമാണ്. എന്തോ ശരിയില്ല എന്ന് മനസ്സ് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ വൈകിയാണ് കിടന്നത്. പക്ഷേ കിടന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ വീണ്ടും കുര കേട്ടു. ഇത്തവണ ഞാൻ ജനൽ തുറക്കാൻ പോയില്ല. ഭയം കാരണം ഞാൻ പുതപ്പിനുള്ളിൽ ഒളിച്ചു. കുര പതിവ് പോലെ തുടർന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. അന്ന് രാത്രിയാണ് ആദ്യമായി ഞാൻ ആ നായയെ സ്വപ്നത്തിൽ കണ്ടത്. സ്വപ്നത്തിൽ ഞാൻ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ചുറ്റും ഇരുട്ട്. പെട്ടെന്ന് വേലിക്കപ്പുറത്ത് നിന്ന് ആ കറുത്ത നായ പ്രത്യക്ഷപ്പെട്ടു.
പക്ഷെ ഇത്തവണ അത് വേലിക്ക് ഇപ്പുറവും അപ്പുറവും എന്ന വ്യത്യാസമില്ലായിരുന്നു. നായ നേരെ മുറ്റത്തേക്ക് നടന്നു വന്നു. ഞാൻ ഓടാൻ ശ്രമിച്ചെങ്കിലും കാലുകൾ നിലത്തുറച്ചതുപോലെ. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ നായ തൊട്ടടുത്ത് വന്നു എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കണ്ണുകളിൽ അതേ രൂക്ഷത. പിന്നെ അത് വാ തുറന്നു. പക്ഷേ കുരയ്ക്കുന്നതിന് പകരം ഒരുതരം മുരളൽ ശബ്ദം മാത്രം. ഞാൻ ഞെട്ടി ഉണർന്നു. ശരീരം വിയർത്തിരുന്നു. സമയം നോക്കിയപ്പോൾ രാത്രി 3 മണി. പുറത്ത് കണ്ട നിശബ്ദത മാത്രം. പക്ഷേ എൻ്റെ ചെവിയിൽ ആ മുരളൽ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഏതാണ്ട് എല്ലാ രാത്രിയും ഞാൻ ആ നായയെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നങ്ങൾക്കൊരു പാറ്റേൺ ഇല്ലായിരുന്നു. ചിലപ്പോൾ നായ മുറ്റത്ത് നിൽക്കും, ചിലപ്പോൾ വീടിനുള്ളിൽ, എൻ്റെ മുറിയിൽ. ഒരിക്കൽ ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ അത് കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. മറ്റൊരിക്കൽ ജനലിൽ ചാടിക്കയറി. എല്ലാ സ്വപ്നത്തിലും ആ നോട്ടമുണ്ടായിരുന്നു, എന്നെ വിഴുങ്ങും പോലെ. ഉണർന്നാൽ എൻ്റെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ ഭയമായി. പകൽ ജോലിക്ക് പോകുമ്പോഴും എവിടെയോ ആ കണ്ണുകൾ എന്നെ പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ മാനസിക നില വളരെ പരിതാപകരമായി. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്ഥിതി സഹിക്കാൻ വയ്യാതെയായി. ഉറക്കമില്ലാതെ ശരീരം തളർന്നു. കണ്ണുകൾക്ക് താഴെ കറുത്ത വട്ടങ്ങൾ വീണു. എൻ്റെ സഹപ്രവർത്തകർക്ക് പോലും എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. ഞാൻ അവരോട് കാരണം പറഞ്ഞില്ല. ഒരു ദിവസം രാത്രി തീരുമാനിച്ചു, ഇനി ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഈ കുരയുടെ ഉറവിടം കണ്ടുപിടിക്കണം. ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു പട്ടി ഒളിച്ചിരിപ്പുണ്ടാകും. ഞാൻ കാണാതെ പോയതാകും. പറമ്പിലെവിടെയെങ്കിലും അത് കടന്നുകൂടിയിട്ടുണ്ടാകും. ഞാൻ ധൈര്യം സംഭരിച്ചിരുന്നു. അന്ന് രാത്രി 11:30 കഴിഞ്ഞപ്പോൾ കുര കേട്ടു. പതിവ് പോലെ എൻ്റെ മുറിയുടെ അടുത്ത് നിന്ന്. ഞാൻ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കയ്യിലൊരു ടോർച്ചും ഉണ്ടായിരുന്നു. മുറ്റത്ത് നിൽക്കുമ്പോൾ ചുറ്റും നിശബ്ദത. പക്ഷേ കുര വ്യക്തമായി കേൾക്കുന്നുണ്ട്. വേലിയുടെ അടുത്തു നിന്ന് തന്നെ. ഞാൻ ടോർച്ച് അടിച്ചുകൊണ്ട് വേലിയുടെ അടുത്തേക്ക് നടന്നു. വേലിയുടെ അപ്പുറം ഇരുട്ടാണ്. ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം വേലിക്ക് പുറത്തേക്ക് തിരിച്ചു. ഒന്നുമില്ല, പുൽത്തകിടിയും ചെറിയ കുറ്റിച്ചെടികളും മാത്രം. എന്നിട്ടും കുര ശക്തമായി കേൾക്കുന്നു. ശബ്ദം എൻ്റെ തൊട്ടടുത്ത് നിന്ന പോലെ. ഞാൻ വേലിയോട് ചേർന്ന് നിന്നു. കമ്പികളിൽ പിടിച്ച് പുറത്തേക്ക് തലനീട്ടി നോക്കി. ടോർച്ച് ചുറ്റുമടിച്ചു. ഒരു ജീവിയുമില്ല, പട്ടിയുടെ കുര മാത്രം. ശബ്ദത്തിൻ്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല. അത് ചിലപ്പോൾ വേലിയുടെ ഇടതുവശത്ത്, പിന്നെ വലതുവശത്ത്. ഒടുവിൽ എൻ്റെ കാലിനടിയിൽ നിന്നെന്ന പോലെ ഞാൻ ഭയന്ന് പിന്നിലേക്ക് ചാടി. ശബ്ദം എൻ്റെ തലയിൽ നിന്ന് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ടോർച്ച് ഓഫ് ചെയ്ത് വീട്ടിലേക്ക് ഓടി. വാതിലടച്ച് കുറ്റിയിട്ടു. ശ്വാസം നേരെ വീണില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു. ഇനി ഇവിടെ താമസിക്കുന്നത് അപകടമാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ നേരെ ചെന്നത് അടുത്തുള്ള വീടുകളിലേക്കാണ്. ആദ്യം കണ്ടത് വീടിൻ്റെ ഇടതുവശത്തുള്ള ഒരു പ്രായമായ സ്ത്രീയെയാണ്. അവർ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ചെന്ന് സൗഹൃദം സ്ഥാപിച്ച ശേഷം വിഷയം പറഞ്ഞു. ഇവിടെ രാത്രി കുറേ പട്ടികൾ കുരയ്ക്കാറുണ്ടോ? എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രി മുഴുവൻ കുരയും ഓരികടലുമായിരുന്നു. അവർ ഒന്ന് പുരുകമുയർത്തി ചോദിച്ചു. പട്ടികളോ? ഇവിടെയൊന്നും പട്ടികളുടെ ശല്യമില്ലല്ലോ മോനെ. രാത്രി വളരെ ശാന്തമാണ്, ഞങ്ങളൊന്നും കേൾക്കാറില്ല. എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ വീടിൻ്റെ വേലിക്ക് പുറത്തു നിന്ന് വളരെ വ്യക്തമായി കേൾക്കാം. ഒരു കറുത്ത പട്ടിയെ ഞാൻ കണ്ടു. അവർ വീണ്ടും എന്നെ നോക്കി തലയാട്ടി. അതിനെ ഞങ്ങൾക്ക് അറിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലാകും ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ നിരാശനായി. പിന്നെ അടുത്ത വീട്ടിൽ ചെന്നു. ഒരു മധ്യവയസ്കൻ. അയാളോട് അതേ ചോദ്യം. അയാളും അത്ഭുതപ്പെട്ടു. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ പരിസരത്ത് ഒരു രാത്രിയിലും ഇങ്ങനെ കൂട്ടമായി പട്ടികൾ കുരച്ചത് കേട്ടിട്ടില്ല. വഴിയിൽ ചിലപ്പോൾ ചില പട്ടികൾ കടന്നു പോകുന്നത് കാണാം, അത്രയേ ഉള്ളൂ. എൻ്റെ മുറിയുടെ തൊട്ടടുത്ത് നിന്നാണ് കുര കേൾക്കുന്നത്. പക്ഷെ അതെങ്ങനെ? രാത്രി ഞാൻ പുറത്തിറങ്ങി നോക്കി. പട്ടിയെ കണ്ടില്ല, പക്ഷെ ശബ്ദം മാത്രം കേട്ടു. ഞാൻ പറഞ്ഞത് കേട്ടിട്ടും അയാളൊന്നും മിണ്ടിയില്ല. എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ തനിച്ചാണോ താമസം? ഞാൻ അതേന്ന് പറഞ്ഞു. അയാൾ ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി. അവിടെ പണ്ട് വേണ്ട, ചിലപ്പോൾ നിങ്ങളുടെ ക്ഷീണം കൊണ്ടാകും. ഒന്ന് ആശുപത്രിയിൽ കാണിക്കുന്നത് നല്ലതാ. എന്നിട്ട് അയാൾ അകത്തേക്ക് പോയി. എൻ്റെ ഉള്ളിൽ ഭയം ഇരട്ടിച്ചു. അയാളെന്തോ മറച്ചു വയ്ക്കുന്നത് പോലെ തോന്നി. ഞാൻ മറ്റ് 2-3 പേരോട് കൂടി ചോദിച്ചു. എല്ലാവരുടെയും മറുപടി ഒരേപോലെ തന്നെ. ഞങ്ങളൊന്നും കേൾക്കുന്നില്ല.
ആ വീട്ടിൽ മുൻപ് താമസിച്ചയാൾക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ വീട്ടുടമസ്ഥനോട് നേരിട്ട് ചോദിച്ചു. അയാൾ ദേഷ്യത്തോടെ അതൊക്കെ വെറുതെയുള്ള കഥകളാണ് എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിച്ചു. പക്ഷേ അയാളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം ഞാൻ കണ്ടു. ഇതിനിടയിൽ രാത്രികൾ കൂടുതൽ ഭീകരമായി. കുര കേൾക്കുന്നത് പതിവായി. ചില രാത്രികളിൽ അത് കൂടുതൽ അടുത്ത് വന്നതുപോലെ തോന്നും. ഒരു രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ മുറിയുടെ വാതിലിന് പുറത്ത് എന്തോ നഖം കൊണ്ട് മാതുന്ന ശബ്ദം. ഞാൻ ലൈറ്റ് ഇട്ടു. അപ്പോൾ ശബ്ദം നിന്നു. ലൈറ്റ് ഓഫ് ചെയ്താൽ വീണ്ടും. അന്ന് രാത്രി മുഴുവൻ ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഇരുന്നത്. കണ്ണടച്ചാൽ സ്വപ്നത്തിൽ ആ നായ വരും. കണ്ണു തുറന്നാൽ കുരയും മാന്തലും. എൻ്റെ മാനസിക നില തകരുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നി. ആ കണ്ണുകൾ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. രാത്രി മാത്രമല്ല, പകലും ഇടയ്ക്ക് എവിടെയോ കോരിരുട്ടിൽ ആ രൂപം തോന്നിപ്പിക്കും. ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ കിട്ടാതെയായി. സഹപ്രവർത്തകരോട് ദേഷ്യപ്പെട്ടു. ഒരിക്കൽ ഓഫീസിൽ വെച്ച് ഞാൻ മേശപ്പുറത്ത് തലവെച്ച് കരുതി. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ രാജിക്കത്ത് എഴുതി കൊടുത്തു. പ്രൊജക്ട് മാനേജർ എന്താണെന്ന് ചോദിച്ചെങ്കിലും എനിക്ക് കാരണം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. വ്യക്തിപരമായ കാരണങ്ങളെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ രാത്രി യാത്ര ചെയ്യാൻ പേടിയായിരുന്നു. എങ്കിലും വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് രാത്രി തന്നെ പുറപ്പെടുന്നതാണെന്ന് കരുതി ഞാൻ വേഗം സാധനങ്ങൾ പെറുക്കിക്കൂട്ടി. വീട്ടുടമസ്ഥനെ വിളിച്ച് ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്നും താക്കോൽ പുറത്തു വയ്ക്കാമെന്നും പറഞ്ഞു. അയാളെന്തോ പെരുമ്പെറുത്തു. ഞാനൊരു ഓട്ടോ വിളിച്ചു. ഓട്ടോ വന്നപ്പോൾ വലിയ ആശ്വാസം. പുറത്തേക്കിറങ്ങുമ്പോൾ രാത്രി ഇരുട്ടിൽ ഞാൻ ഒരിക്കൽ കൂടി വേലിയുടെ അടുത്തേക്ക് നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ചെവിയിൽ വളരെ നേർത്ത ഒരു കുര പോലെ ഒരു ശബ്ദം. ഒരുപക്ഷെ കാറ്റിൻ്റെ ഇരമ്പമായിരിക്കാം. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഓട്ടോയിൽ കയറി നേരെ പാലക്കാട് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിലെത്തിയപ്പോൾ രാത്രി ഏകദേശം 10 മണി. കൊച്ചിയിലേക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കയറി. ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ മനസ്സൽപ്പം ശാന്തമായി. പാലക്കാടൻ ഗ്രാമങ്ങൾ പിന്നിലാകുന്നത് സങ്കടമായിരുന്നെങ്കിലും ആശ്വാസമുണ്ടായിരുന്നു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇരുട്ടിൽ പാടങ്ങളും മലകളും മറഞ്ഞു. എൻ്റെ കണ്ണുകളിൽ പതുക്കെ ഉറക്കം വന്നു. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി ഞാൻ സ്വപ്നം കാണാതെ ഉറങ്ങി. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുറച്ച് ദിവസത്തേക്ക് ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. രാത്രിയിലെപ്പോഴും ചെറിയ ശബ്ദം കേട്ടാൽ ഞെട്ടി ഉണരും. സ്വപ്നങ്ങൾ വല്ലപ്പോഴും മാത്രമേ വരൂ. പക്ഷേ വന്നാൽ അതേ കറുത്ത നായ. എങ്കിലും പതിയെ പതിയെ എല്ലാം മാറി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നും ചില രാത്രികളിൽ ദൂരെ നിന്ന് പട്ടി ഓരിയിടുന്ന ശബ്ദം കേട്ടാൽ എൻ്റെ ശരീരം തരിക്കും. ആ കണ്ണുകൾ ഒരു നിമിഷം മുന്നിൽ തെളിയും. ഞാൻ ജനലടച്ച് കർട്ടനിടും. പാലക്കാട്ടെ ആ ഓടിട്ട വീട്ടിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ മനസ്സിൻ്റെ കളിയാകാം. എന്നാൽ ആ രാത്രികളിൽ ഞാൻ കേട്ടതും കണ്ടതും മറ്റാരും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല എന്നത് എന്നെ ഇപ്പോഴും അമ്പരിപ്പിക്കുന്നു. ചില യാത്രകളിൽ പാലക്കാട്ടുകൂടെയുള്ള വഴിയിൽ ട്രെയിനെങ്ങാനും ആ പാടങ്ങളുടെ അടുത്തുകൂടി പോയാൽ ഞാൻ അറിയാതെ വേഗം ജനലടയ്ക്കും. ചെന്നൈ നഗരത്തിൻ്റെ തിരക്കുകൾക്കും ശബ്ദങ്ങൾക്കുമിടയിൽ ജെയിംസ് എന്ന യുവാവ് ഒരു ഫുഡ് ഡെലിവറി ബോയായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അവന് 28 വയസ്സുണ്ടായിരുന്നു. ഭാര്യ അമൃത, അവരുടെ 5 വയസ്സുകാരി മകൾ അഞ്ജലി. അവർ താമസിക്കുന്നത് ചെന്നൈയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ പ്രാന്തപ്രദേശത്ത്. പഴയതും ചെറുതുമായ ഒരു വാടക വീട്ടിലായിരുന്നു അവരുടെ താമസം. ആ വീടിൻ്റെ ചുവരുകൾക്ക് പഴക്കത്തിൻ്റെ മണമുണ്ടായിരുന്നു. നനവും പൂപ്പലും പടർന്നു പിടിച്ചിരുന്നു. എങ്കിലും ആ മാസവാടക അവർക്ക് താങ്ങാവുന്നത് മാത്രമായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ച രാത്രി മഴ പെയ്തു നിന്ന ആ നഗരത്തിൽ നിന്ന് ഈർപ്പത്തിൻ്റെ ഗന്ധം ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ജെയിംസ് തൻ്റെ പഴയ ബൈക്കിൽ അവസാനത്തെ ഡെലിവറികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലോക്ക് ഏകദേശം രാത്രി 10:45 അപ്പോഴാണ് അവൻ്റെ മൊബൈലിൽ ഒരു പുതിയ ഓർഡർ അലർട്ട് വന്നത്. ബിരിയാണി 3 പാക്കറ്റുകൾ. ഡെലിവറി അഡ്രസ്സ് പഴയ ചുണ്ടമ്പട്ടി റോഡ്, അവസാനത്തെ വീട്. ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഒരു നേരിയ വിറയൽ അവൻ്റെ ഉള്ളിൽ തോന്നി. പഴയ ചുണ്ടമ്പട്ടി റോഡ്. ആ വഴി അത്ര സുരക്ഷിതമല്ലെന്ന് അവൻ കേട്ടിട്ടുണ്ട്. വിജനവും ഇരുണ്ടതുമായ ആ റോഡിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും ഓർഡർ റദ്ദാക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അതവൻ്റെ ദൈനംദിന വരുമാനത്തെ ബാധിക്കുന്നതായിരുന്നു.
അവൻ വിമ്മിഷ്ടത്തോടെ ആ ഓർഡർ എടുത്തു. ഹോട്ടലിൽ നിന്ന് പാക്കറ്റുകൾ വാങ്ങി അവൻ ആ ഇരുണ്ട വഴിയിലേക്ക് തൻ്റെ ബൈക്ക് ഓടിച്ചു. നഗരത്തിൻ്റെ തിരക്കുകൾ പതുക്കെ പിന്നിലായി. ചെറിയ ലൈറ്റുകൾ പോലും ഇല്ലാത്ത വഴികൾ, രണ്ട് ഭാഗത്തും ഉയരമുള്ള മരങ്ങളും കാട് പിടിച്ച പ്രദേശങ്ങളും. മഴ തോർന്നിട്ടും മരങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നും വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദം മാത്രം. അവൻ ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ബൈക്ക് ഒരു കുലുക്കവും ശബ്ദവും ഉണ്ടാക്കി നിന്നു പോയത്. എൻജിൻ പെട്ടെന്ന് മരവിച്ചു പോയതുപോലെ. ജെയിംസ് ഒന്നിലധികം തവണ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. കിക്കർ ചവിട്ടി, സെൽഫ് സ്റ്റാർട്ട് അമർത്തി. എങ്കിലും ഒരു പ്രതികരണവുമില്ല. ബൈക്ക് അനങ്ങാതെ നിൽക്കുകയാണ്. അവൻ തൻ്റെ ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ചുറ്റും നോക്കി. അവൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞു. അത് പഴയ സെമിത്തേരിക്ക് സമീപമുള്ള പാതയായിരുന്നു. അതെ, ആ പ്രദേശത്ത് ഒരു പഴയ ബ്രിട്ടീഷ് കാലത്തെ സെമിത്തേരി ഉണ്ടെന്ന് അവൻ കേട്ടിരുന്നു. എന്നാൽ അതിൻ്റെ കൃത്യമായ സ്ഥാനം അവൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ ഇരുട്ടിൽ അവൻ്റെ ഫോൺ ലൈറ്റിൽ അവ്യക്തമായ വെളിച്ചത്തിൽ അവൻ കണ്ടു. അവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ അകലെ ഒരു പഴയ ഇരുമ്പ് ഗേറ്റ്. അതിനപ്പുറം ആകൃതികളില്ലാത്ത ചില ശിലാഖണ്ഡങ്ങൾ, ശവകുടീരങ്ങൾ. അവൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റ് പാഞ്ഞു. അത് ശാരീരികമായ തണുപ്പായിരുന്നില്ല, അതവൻ്റെ ആത്മാവിലേക്ക് തറച്ചു കയറുന്ന ഒരു തണുപ്പായിരുന്നു. അപ്പോഴാണ് അവൻ ശബ്ദങ്ങൾ കേട്ടത്. ആദ്യം ഒരു കരച്ചിൽ, ആഴവും നീളവുമുള്ള ഒരു സ്ത്രീയുടെ കരച്ചിൽ. അത് എവിടെ നിന്ന്? ആ സെമിത്തേരിക്കുള്ളിൽ നിന്നാണ് വരുന്നതെന്ന് അവന് മനസ്സിലായി. അതിനോടൊപ്പം മറ്റു ശബ്ദങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ, ചില ഇടറിയ നിലവിളികൾ, പിന്നെ ഒരു പുരുഷൻ്റെ ദയനീയമായ നിലവിളി. ജെയിംസിൻ്റെ ഹൃദയം ഡ്രം പോലെ മിടിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകൾ വിറച്ചു. ആരെങ്കിലും സഹായത്തിനായി കിട്ടിയിരുന്നെങ്കിലെന്ന് അവൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു. ശബ്ദങ്ങൾ കൂടുതൽ ഉച്ചത്തിലായി. അവയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് ഈ ലോകത്തിൽ നിന്നുള്ളതല്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതിധ്വനി. അവൻ ഫോൺ ലൈറ്റ് ആ സെമിത്തേരിയിലേക്ക് തിരിച്ചപ്പോൾ ചില നിഴലുകൾ കണ്ടു. ആ നിഴലുകൾക്ക് രൂപമുണ്ട്. അവ ചലിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ രൂപം തലതാഴ്ത്തി നിൽക്കുന്നു. അവളെന്തോ പിടിച്ചിരിക്കുന്നു, ഒരു കുഞ്ഞിനെ പോലെ. അതിനു സമീപം 2 ചെറിയ രൂപങ്ങൾ. അവ ആടിയുലങ്ങി നീങ്ങുന്നു. അവൻ കണ്ണുകൾ ചിമ്മിത്തുറന്ന് നോക്കിയപ്പോൾ അവ അപ്രത്യക്ഷമായി. ജെയിംസിനെ അവിടെ നിൽക്കാൻ വയ്യാതെയായി. അവൻ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി. ബൈക്ക് തള്ളി തുടങ്ങി. അവൻ്റെ കാലുകൾ വിറച്ചു. പക്ഷേ അവൻ ഓടി. ആ സെമിത്തേരിയിൽ നിന്ന് കഴിയുന്നത്ര വേഗത്തിൽ അകന്നു പോകാൻ അവൻ ശ്രമിച്ചു. അവൻ്റെ കൈകൾ ബൈക്കിൻ്റെ ഹാൻഡിലിൽ മുറുകെ പിടിച്ചു. അവൻ്റെ ശ്വാസം ഇടറി. അവന് തോന്നി ആരോ അവൻ്റെ പുറകെ ഓടുന്നുണ്ടെന്ന്. അവൻ്റെ കഴുത്തിൽ ഒരു തണുത്ത ശ്വാസം വീഴുന്നുണ്ടെന്ന്. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കിയില്ല. 1 കിലോമീറ്ററോളം ബൈക്കിനെ തള്ളിക്കൊണ്ട് അവൻ ഓടി. പിന്നെ പെട്ടെന്ന് ആ പാതയുടെ ഒരു വളവിൽ ബൈക്കിൻ്റെ എൻജിൻ വീണ്ടും ജീവൻ പ്രാപിച്ചു. അത് സ്വയം സ്റ്റാർട്ടായി ഒരു കുലുക്കത്തോടെ. ജെയിംസ് ഉടനെ ബൈക്കിൽ കയറി ആക്സിലേറ്റർ പിടിച്ചു. അവൻ മുന്നോട്ട് പാഞ്ഞു. അവൻ്റെ കണ്ണുകൾ റോഡിൽ മാത്രം. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ ഭക്ഷണം ഡെലിവറി ചെയ്തു. ആ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ മുഖം വിളറിയിരുന്നു. അവൻ പാക്കറ്റുകൾ ഏൽപ്പിച്ച് പണം വാങ്ങി ഒരു വാക്ക് പോലും മിണ്ടാതെ മടങ്ങി. അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. ദൂരമുള്ളതും എങ്കിലും സുരക്ഷിതവുമായ ഒരു പാത. അവൻ്റെ യാത്രാമധ്യേ അവൻ പലപ്പോഴും പിൻവശത്തേക്ക് നോക്കി, ആരെങ്കിലും തൻ്റെ പുറകെ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. വീട്ടിലെത്തിയപ്പോൾ രാത്രി 11:45 അമൃത ഉറങ്ങാൻ റെഡിയായി കിടക്കുകയാണ്. അഞ്ജലി നേരത്തെ ഉറങ്ങിയിരുന്നു. ജെയിംസ് തൻ്റെ ഭാര്യയെ ആലിംഗനം ചെയ്തു. അവൻ ആ സംഭവത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവൻ അതൊരു ഭയാനക സ്വപ്നമായി കണക്കാക്കാൻ ശ്രമിച്ചു. എന്താണ് പറ്റിയത്? നിന്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ, അമൃത ചോദിച്ചു. ഒന്നുമില്ല, ബൈക്ക് അടക്കുന്നു പ്രശ്നമായി. ഞാൻ പിന്നെ കുറച്ചു നേരം തള്ളി നടക്കേണ്ടി വന്നു, ജെയിംസ് മറുപടി പറഞ്ഞു. അവർ ഒരുമിച്ച് കിടന്നു. അമൃത തൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. അവർ കുറച്ചു നേരമൊന്നും സംസാരിച്ചില്ല. പതുക്കെ 2 പേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അർദ്ധരാത്രി കഴിഞ്ഞ് ഏകദേശം 2 മണിയായി. ജെയിംസ് ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അത് ആദ്യം ഒരു കുട്ടിയുടെ കരച്ചിലായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് അങ്ങനെയായിരുന്നില്ല. അത് അഞ്ജലിയുടെ ചിരിയായിരുന്നു. അവൻ കണ്ടു തുറന്നു. മുറിയുടെ ഇരുട്ടിൽ ജനലിൻ്റെ അടുത്ത് ഒരു ചെറിയ രൂപം. അഞ്ജലി. അവൾ ജനലിനരികിൽ നിന്നുകൊണ്ട് എന്തോ സംസാരിക്കുകയായിരുന്നു. എന്താ മോളെ, നീ ആരോടാണ് സംസാരിക്കുന്നത്? ജെയിംസ് ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ ഭയം വ്യക്തമായിരുന്നു. അഞ്ജലി തിരിഞ്ഞു.
അവളുടെ മുഖത്ത് വിചിത്രമായ ഒരു പുഞ്ചിരി. അവളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. ആൻറ്റി, ജനലിനപ്പുറത്തൊരു ആൻറ്റി നിൽക്കുന്നു. അവർക്ക് വളരെ സങ്കടമുണ്ട്. അവളുടെ കുഞ്ഞിനെ കാണാതെയായി. അവരെന്നോട് ചോദിക്കുമായിരുന്നു എനിക്ക് അവരുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന്. അഞ്ജലി പറഞ്ഞു. ജെയിംസിൻ്റെ ഹൃദയം നിലച്ചു. അവൻ ജനലിനടുത്തേക്ക് നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. അവിടെ നിന്ന് കാണാവുന്ന ഏക കാഴ്ച ഇരുണ്ട മുറ്റവും അവിടെ നിൽക്കുന്ന പഴയ മാവും മാത്രം. അഞ്ജലി, അവിടെ ആരുമില്ല, നീ മടങ്ങി വാ, ജെയിംസ് പറഞ്ഞു. അവൻ്റെ ശബ്ദം വിറച്ചു. അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ്. ഇല്ല അച്ഛാ, അവർ അവിടെ തന്നെയുണ്ട്. അവർക്ക് കറുത്ത മുടിയും വെളുത്ത വസ്ത്രവുമുണ്ട്. അവർക്കറിയുകയാണ്. അവരുടെ കണ്ണുകളിൽ നിന്ന് രക്തമാണ് വരുന്നത്, അഞ്ജലി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരു ഭയവുമില്ലായിരുന്നു. അത് സാധാരണ സംഭാഷണത്തിൽ പറയും പോലെ വളരെ ലളിതമായിരുന്നു. ജെയിംസ് അവൻ്റെ മകളുടെ അടുത്തേക്ക് ഓടി. അവനവളെ പിടിച്ചു. അവളെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അമൃതയും ഉണർന്നത്. അവളുടെ മുഖത്തും ഭയം. എന്താണ് സംഭവിച്ചത്? അമൃത ചോദിച്ചു. അഞ്ജലി ജനലരികിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നു. അവിടെ ആരുമില്ല, ജെയിംസ് വിറച്ചുകൊണ്ട് പറഞ്ഞു. അമൃത ഉടനെ എഴുന്നേറ്റു. അവൾ ജനലിനടുത്തേക്ക് പോയി. അത് തുറന്ന് പുറത്തേക്ക് നോക്കി. ഒന്നുമില്ല, ഇരുട്ടും നിശബ്ദതയും മാത്രം. അഞ്ജലി, നീ ആരെയാണ് കണ്ടത്? അമൃത ചോദിച്ചു. ആൻറ്റി ഇപ്പം പോയി, പക്ഷേ അവർ വീണ്ടും വരും. അവർക്കെന്നെ വല്ലാതെ ഇഷ്ടമായി, അഞ്ജലി പറഞ്ഞു. അവളൊരു ചെറിയ പുഞ്ചിരി പൊഴിച്ചു. ആ രാത്രി മുഴുവൻ അവർ കുട്ടിയെ തങ്ങളുടെ ഇടയിൽ കിടത്തി. ജെയിംസ് ഉറങ്ങാതെ കിടന്നു. അവൻ്റെ മനസ്സ് ആ സെമിത്തേരിയിലെ കാഴ്ചകളിലും ശബ്ദങ്ങളിലും ഉറച്ചു നിന്നു. അവനിപ്പോൾ ബോധ്യമായി, അതൊരു സ്വപ്നമായിരുന്നില്ല, അത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന്. പിറ്റേന്ന് രാവിലെ അവൻ അമൃതയോട് ആ രാത്രിയിലെ അനുഭവം വിവരിച്ചു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. അമൃതയും അതേ സ്വപ്നം കണ്ടിട്ടാണ് ഞെട്ടി ഉണർന്നതെന്ന് അവൾ പറഞ്ഞു. അവളൊരു സ്ത്രീയെ കണ്ടുവെന്നും അവൾക്ക് കറുത്ത മുടിയും വെളുത്ത വസ്ത്രവും അവർക്കറിയുകയായിരുന്നുവെന്നും അവർക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും. ഇത് യാദൃശികമല്ലായിരുന്നു, ഇത് യാഥാർത്ഥ്യമായിരുന്നു. ആ ദിവസം മുതൽ അവരുടെ ജീവിതം മാറിമറിയാൻ തുടങ്ങി. അഞ്ജലി എപ്പോഴും ശൂന്യതയിൽ നോക്കി സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യാൻ തുടങ്ങി. അവളുടെ അച്ഛനും അമ്മയും കാണുന്നത് അവൾ ആരോടോ കളിക്കുന്നത് പോലെയാണ്. ഒഴിഞ്ഞ കസാരയിലേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി എന്തൊക്കെയും പറയുന്നു. അവളുടെ ചെറിയ കൈകൾ ആർക്കോ നേരെ നീട്ടുന്നു. അവൾക്ക് കൂട്ടുകാരിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതൊരു കൂട്ടുകാരിയല്ല, മറിച്ച് മറ്റെന്തോ ആയിരുന്നു. ഒരുപക്ഷെ ഒരു ദുരാത്മാവ്. ആദ്യം അവർ അത് കാര്യമാക്കിയില്ല. കുട്ടികൾക്ക് സാങ്കല്പിക കൂട്ടുകാരുണ്ടാകും, എല്ലാവരും പറയും. പക്ഷേ ഈ അവസ്ഥ സാധാരണമായിരുന്നില്ല. കാരണം അവൾ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ആൻറ്റിക്ക് ആരുമില്ല, അവർക്ക് വളരെ സങ്കടമാണ്, അവർക്ക് എന്നെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ അഞ്ജലിയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വ്യക്തമായിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ അവൾ ആദ്യം ജനലരികിലേക്ക് ഓടും. അവൾ അവിടെ നിന്ന് ആരോട് സംസാരിക്കും. അവളുടെ സംസാരം സാധാരണയായി ഒരു സംഭാഷണത്തിൻ്റെ രൂപത്തിലായിരുന്നു. ശരി, ഞാൻ വരാം. അതെ, എനിക്കും ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവൾ മുതിർന്ന ആളുടെ രീതിയിൽ സംസാരിക്കുകയായിരുന്നു. ജെയിംസും അമൃതയും അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ അവരുടെ മനസ്സിലൊരു ചെറിയ സംശയം. ഒരുപക്ഷെ കുട്ടി അമിതമായി ഭാവന ഉപയോഗിക്കുന്നുവെന്ന്. എന്നാൽ പിന്നീട് അവർ കണ്ടത് അവരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതായിരുന്നു. ഒരു ദിവസം രാവിലെ അഞ്ജലി തൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം മുറിയുടെ ഒരു കോണിൽ കൂട്ടിയിട്ടു. അവൾ അവിടെ ഇരുന്നു. അവളുടെ മുന്നിൽ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നോക്കി, നിനക്കിത് ഇഷ്ടമായോ? ഞാൻ വാങ്ങിത്തരാം, അവൾ പറഞ്ഞു. അവൾ അവളുടെ കളിപ്പാട്ടത്തിലൊന്ന് ആ ശൂന്യതയിലേക്ക് നീട്ടി. എടുക്കൂ, ഇത് നിനക്കുള്ളതാണ്. ജെയിംസ് അത് കണ്ട് അത്ഭുതപ്പെട്ടു. പക്ഷെ പിന്നീട് സംഭവിച്ചത് അവനെ ഞെട്ടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ കളിപ്പാട്ടം തറയിൽ നിന്ന് അല്പം നീങ്ങിയതായി അവൻ കണ്ടു. അത് വളരെ ചെറുതായിരുന്നു. ഒരുപക്ഷെ തൻ്റെ കണ്ണ് വഞ്ചിക്കുന്നതായിരിക്കുമെന്ന് അവൻ കരുതി. പക്ഷേ പിന്നീട് അത് വീണ്ടും നീങ്ങി. കളിപ്പാട്ടം അവിടെ നിന്ന് നീങ്ങി അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. അവൾ അതെടുത്ത്, നിനക്കിത് മതിയോ, വേറെ വേണമോ എന്ന് ചോദിച്ചു. ജെയിംസ് അവൻ്റെ ഭാര്യയെ വിളിച്ചു. അമൃത വന്ന് കണ്ടു. അവളും അത് തിരിച്ചറിഞ്ഞു. അവർ ഒരുമിച്ച് നിന്ന് ആ കാഴ്ച കണ്ടു. അവരുടെ മകൾ ശൂന്യതയിലേക്ക് നോക്കി സംസാരിക്കുന്നു. കളിപ്പാട്ടങ്ങൾ സ്വയം ചലിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. അടുത്ത ദിവസം അമൃത അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്നു. അപ്പോൾ അവളൊരു ശബ്ദം കേട്ടു, ആരോ അടുക്കളയിൽ പ്രവേശിച്ചതുപോലെ. അവൾ തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ പാത്രങ്ങൾ നീങ്ങുന്ന ശബ്ദം അവൾ കേട്ടു.
ഒരു പാത്രം അലമാരയിൽ നിന്ന് താഴെ വീണു. അത് തകർന്നില്ല, എന്നാൽ അത് സ്വയം വീണതാണ്. അമൃത പോയത് എടുത്തു വെച്ചു. അപ്പോൾ വീണ്ടും മറ്റൊരു പാത്രം നീങ്ങി. അത് അലമാരയുടെ അരികിലേക്ക് വന്നു, പിന്നെ താഴെ വീണു. അമൃത ഭയന്നു. അവൾ ജെയിംസിനെ വിളിച്ചു. അവൻ വന്നപ്പോൾ അടുക്കളയുടെ അവസ്ഥ കണ്ട് അവൻ്റെ മുഖം വിളറി. ഇത് ചെയ്തത് ഞാനല്ല, അമൃത പറഞ്ഞു. എനിക്കറിയാം, ജെയിംസ് പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് നോക്കി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. പ്രതികരണമൊന്നുമില്ല. പക്ഷേ അടുക്കളയിലെ വാതിൽ പെട്ടെന്നടഞ്ഞു. അത് ആരും തൊടാതെ തന്നെയാണ് അടഞ്ഞത്. അന്ന് രാത്രി ജെയിംസ് ഉറങ്ങാൻ കിടന്നു. ഏകദേശം 1 മണിയോടെ അവൻ കുളിമുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അത് ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെയായിരുന്നു. അവൻ എഴുന്നേറ്റു. അമൃതയും ഒപ്പം ഉണർന്നു. അത് കേട്ടോ? ജെയിംസ് ചോദിച്ചു. കേട്ടു, അമൃത പറഞ്ഞു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കുളിമുറിയുടെ അടുത്തേക്ക് പോയി. ആ കരച്ചിൽ കൂടുതൽ വ്യക്തമായി. അത് വേദനയുടെ കരച്ചിലായിരുന്നു. ജെയിംസ് വാതിൽ തുറന്നു. ലൈറ്റ് ഓണാക്കി. അവിടെ ആരുമില്ല. പക്ഷേ കുളിമുറിയിലെ ടാപ്പ് തുറന്നിരിക്കുന്നു. വെള്ളം ഒഴുകുന്നു. അവനത് അടച്ചു. അപ്പോൾ കരച്ചിൽ പെട്ടെന്ന് നിന്നു. അവർ മടങ്ങി വന്ന് കിടന്നു. പക്ഷേ വീണ്ടും കരച്ചിൽ ആരംഭിച്ചു. ഇത്തവണ ഇത് കുളിമുറിയിൽ നിന്നല്ല, മറിച്ച് ജനലിന് പുറത്തു നിന്നായിരുന്നു. അവർ ജനലിനരികിലേക്ക് നോക്കി. ഇരുട്ടിൽ ആരുടെ നിഴൽ നീങ്ങുന്നത് അവർ കണ്ടു. അത് വേഗത്തിൽ അപ്രത്യക്ഷമായി. ഒരു ദിവസം അഞ്ജലി തൻ്റെ അമ്മയോട് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു അവരുടെ കുഞ്ഞ് മരിച്ചുപോയി, അവർക്ക് അവനെ വീണ്ടും കാണണമെന്ന്. അമൃത് ഞെട്ടി. എന്ത്? അവരുടെ കുഞ്ഞോ? അതെ, അവർക്കൊരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, പക്ഷേ അവൻ മരിച്ചുപോയി. ആ രാത്രി ജെയിംസിന്റെ വീട്ടിൽ മറ്റാരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അവൻ കിടക്കയിൽ കിടക്കുമ്പോൾ ആരോ അവൻ്റെ കിടക്കയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ അവന് തോന്നി. ആരോ അവൻ്റെ കഴുത്തിൽ സ്പർശിക്കുന്നു. ഒരു തണുത്ത സ്പർശം. അവൻ ഞെട്ടി എഴുന്നേറ്റു. ആരുമില്ല. പക്ഷേ അവൻ്റെ കഴുത്തിൽ ഒരു ചുവന്ന അടയാളമുണ്ടായിരുന്നു. അമൃതയ്ക്കും ഇതേ അനുഭവമുണ്ടായി. അവൾ ഉറക്കത്തിൽ ആരോ അവളെ വിളിക്കുന്ന ശബ്ദം കേട്ടു. അവൾ ഉണർന്നു. പക്ഷേ ആരുമില്ല. അവളുടെ പേര് വിളിച്ച ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. അത് ദയനീയവും വേദന നിറഞ്ഞതുമായിരുന്നു. ഒരു രാത്രി ജെയിംസ് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അവൻ ഒരു നിഴൽ കണ്ടു. അത് ലിവിംഗ് റൂമിൻ്റെ ഒരു മൂലയിൽ നിന്ന് നീങ്ങുന്നു. അതിന് രൂപമുണ്ട്, ഒരു സ്ത്രീയുടെ രൂപം. അവൾ നടക്കുന്നു. അവൻ കണ്ണുകൾ ഇമച്ചിമ്മി ഒന്നുകൂടി നോക്കി. അപ്പോൾ അത് അപ്രത്യക്ഷമായി. പക്ഷേ പിന്നീടത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവൻ്റെ അടുത്ത്. അവന് തോന്നി അവളുടെ തണുത്ത ശ്വാസം തൻ്റെ മുഖത്ത് വീഴുന്നുവെന്ന്. അവനോടി അമൃതയുടെ അടുത്തേക്ക് പോയി. എനിക്ക് അവളെ കാണാം, അവൻ പറഞ്ഞു. ആരെ? അമൃത ചോദിച്ചു. ആ സ്ത്രീ, ആ ആത്മാവ്, അവർ ഇവിടെയുണ്ട്. അമൃതയും അത് കണ്ടു. അവൾ ഒരു നിഴൽ കണ്ടു. അത് അവരുടെ മുന്നിലൂടെ കടന്നുപോയി. അവൾ അവളുടെ കണ്ണുകൾ തുറന്നു വെച്ചു. ആ നിഴൽ അപ്രത്യക്ഷമായി. പക്ഷേ അവൾക്ക് അതിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു തണുത്ത വിറയൽ അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി. നമുക്കിവിടെ നിന്ന് പോകണം, ജെയിംസ് പറഞ്ഞു. എവിടെയെങ്കിലും, ഇവിടെ നിന്ന് അകലെ. അവരങ്ങനെ വീട് മാറാൻ തീരുമാനിച്ചു. ജെയിംസ് കുറച്ച് ദിവസത്തെ അവധിയെടുത്തു. അവർ മറ്റൊരു പ്രദേശത്ത് ചെന്നൈയിൽ നിന്ന് അല്പം അകലെ ഒരു പുതിയ വാടക വീട് കണ്ടെത്തി. അത് ചെറുതും വൃത്തിയുള്ളതുമായിരുന്നു. അവർ സന്തോഷത്തോടെ അതിലേക്ക് മാറി. പക്ഷേ ആദ്യ രാത്രി തന്നെ അവർക്ക് മനസ്സിലായി, അവർക്ക് ആ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. രാത്രി 11 മണിക്ക് അവർ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അഞ്ജലി എഴുന്നേറ്റ് ജനലിനരികിലേക്ക് പോയി. ആൻറ്റി വന്നു, അവൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. ജെയിംസും അമൃതയും പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു. അവൾ ഇവിടെയും വന്നു. അമൃത വിറച്ചു. നമ്മളിവിടെ പോയാലും അവർ നമ്മളെ പിന്തുടരുമെന്ന് തോന്നുന്നു, ജെയിംസ് പറഞ്ഞു. ആ രാത്രി അവർക്ക് ഉറക്കം വന്നില്ല. അവർ എഴുന്നേറ്റു. കൂടെ കുട്ടിയെയും കൊണ്ട് ലിവിംഗ് റൂമിലിരുന്നു. അവർ TV ഓണാക്കി. പക്ഷേ TV-യിൽ ഒരു പരിപാടിയും വരുന്നില്ലായിരുന്നു. പകരം ഒരു സ്റ്റാറ്റിക് ശബ്ദം മാത്രം. ആ ശബ്ദത്തിനിടയിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ അവർ കേട്ടു. ജെയിംസ് TV ഓഫാക്കി. അപ്പോൾ അവരുടെ മുന്നിലുള്ള ചുവരിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അതൊരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു. അവൾ അവരുടെ നേരെ നോക്കി. അവളുടെ കണ്ണുകൾ ഇരുണ്ടതും ഒഴിഞ്ഞതുമായിരുന്നു. ഞങ്ങളെ വിട്ടേക്കും, ജെയിംസ് നിലവിളിച്ചു. ആ സ്ത്രീ അപ്രത്യക്ഷയായി. പക്ഷേ അവർക്ക് അവളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവൾ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവർ പലതവണ ആ സ്ത്രീയെ കണ്ടു. അവർ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നു, ചിലപ്പോൾ കുളിമുറിയിൽ, ചിലപ്പോൾ അവരുടെ കിടക്കയുടെ അടുത്ത്. അവൾ എപ്പോഴും കരയുകയായിരിക്കും.
ആ ദയനീയമായ കരച്ചിൽ അവരുടെ ചെവികളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. അഞ്ജലി ആ സ്ത്രീയുമായി എപ്പോഴും സംസാരിക്കുന്നു. ആൻറ്റിക്ക് വിശക്കുന്നു, അവർക്ക് ഭക്ഷണം വേണമെന്നും ആൻറ്റിക്ക് തണുക്കുന്നു, അവർക്ക് വസ്ത്രം വേണമെന്നും അഞ്ജലി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ജെയിംസ് ആ സ്ത്രീക്ക് വേണ്ടി ഭക്ഷണവും വസ്ത്രവും വാങ്ങി. അവനത് ജനലിനരികിൽ വെച്ചു. പിറ്റേന്ന് അത് അപ്രത്യക്ഷമായിരുന്നു. പക്ഷേ ആ സാന്നിധ്യം മാറിയില്ല. അവൾ കൂടുതൽ ശക്തിയായി. ഒരു രാത്രി ജെയിംസ് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. അവൻ ആ സെമിത്തേരിയിലായിരുന്നു. അവിടെ ആ സ്ത്രീ നിൽക്കുന്നു. അവർ അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കേ, അവർ പറഞ്ഞു. അവളുടെ ശബ്ദം എഴുതി. അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവനെ തേടുകയാണ്. ജെയിംസ് ഞെട്ടി ഉണർന്നു. അവൻ വിയർത്ത് കൊളിച്ചിരുന്നു. അവൻ അമൃതയെ തട്ടി വിളിച്ചു. അവളും അതേ സ്വപ്നം കണ്ടിരുന്നു. ആ സ്ത്രീ നമ്മളോട് എന്തോ ആവശ്യപ്പെടുന്നു, ജെയിംസ് പറഞ്ഞു. അവരുടെ കുഞ്ഞ്? അമൃത സംശയരൂപേണ ചോദിച്ചു. അതെ, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവർ പല മതപരമായ ആളുകളുമായി സംസാരിച്ചു. ചിലർ പറഞ്ഞു ഇതൊരു ദുഷ്ടാത്മാവാണെന്ന്, അതിനെ ഒഴിപ്പിക്കണം. മറ്റു ചിലർ പറഞ്ഞു ഇതൊരു അലിഞ്ഞു നടക്കുന്ന ആത്മാവാണ്, അതിനെ സഹായിക്കണമെന്ന്. ഒടുവിൽ ജെയിംസ് തൻ്റെ പരിചയത്തിലുള്ള ഒരു പള്ളിയിൽ ചെന്നു. അവിടെ ഫാദർ ജോസഫ് എന്നൊരു വൃദ്ധനായ പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദയാലുവും അനുഭവസമ്പന്നനുമായിരുന്നു. ജെയിംസ് അദ്ദേഹത്തോട് തൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു. ഫാദർ ജോസഫ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഗൗരവഭാവം തെളിഞ്ഞു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം, അദ്ദേഹം പറഞ്ഞു. ആ സാഹചര്യം ഞാനൊന്ന് പരിശോധിക്കട്ടെ. അടുത്ത ദിവസം ഫാദർ ജോസഫ് അവരുടെ വീട്ടിലെത്തി. അദ്ദേഹം കുറച്ചു നേരം വീടിനുള്ളിൽ കറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുരിശും ജപമാലയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ മുറിയിലും പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം ജെയിംസിനെയും അമൃതയെയും വിളിച്ചു. ഇവിടെ അലിഞ്ഞു നടക്കുന്ന ഒരാത്മാവുണ്ട്, അദ്ദേഹം പറഞ്ഞു. അവർ ഒരു യുവതിയാണ്. അവൾക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അവൾ അവനെ തേടുകയാണ്. അവൾക്ക് മരണം സംഭവിച്ചിട്ട് വളരെ കാലമായി. അവൾ ഈ ലോകത്തിൽ അലിഞ്ഞു നടക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജെയിംസ് ചോദിച്ചു. അവളെ സഹായിക്കാൻ നമുക്ക് കഴിയും, ഫാദർ ജോസഫ് പറഞ്ഞു. അവൾക്ക് വിശ്രമം നൽകുക, അവളുടെ കുഞ്ഞ് സുരക്ഷിതനാണെന്നും അവൾക്ക് വിശ്രമിക്കാമെന്നും അവളെ ബോധ്യപ്പെടുത്തുക. ഫാദർ ജോസഫ് അവരോട് ചില കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആദ്യം അവർ ആ സ്ത്രീക്ക് വേണ്ടി ഒരു പ്രാർത്ഥനായോഗം നടത്തി. അവർക്ക് അവളുടെ പേരറിയില്ലായിരുന്നു. പക്ഷെ ഫാദർ ജോസഫ് അവളെ മറിയ എന്ന് വിളിച്ചു. അവർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഫാദർ ജോസഫ് വീടിൻ്റെ എല്ലാ മുറികളിലും വിശുദ്ധജലം തളിച്ചു. കുരിശിൻ്റെ അടയാളം വരച്ചു. ബൈബിൾ വായിച്ചു. അദ്ദേഹം പറഞ്ഞു, ആത്മാവേ, നിനക്ക് വിശ്രമം നൽകുക. നിന്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നീയും അവിടെ പോവുക. ഇവിടെ നിനക്ക് സ്ഥാനമില്ല. ആ രാത്രി അവർക്കൊരു വലിയ മാറ്റം അനുഭവപ്പെട്ടു. ആദ്യമായി ആ സ്ത്രീയുടെ സാന്നിധ്യം കുറഞ്ഞു. അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞു. അഞ്ജലി ജനലിനരികിലേക്ക് പോയില്ല. അവൾ ശൂന്യതയിൽ നോക്കി സംസാരിച്ചില്ല. അടുത്ത ദിവസം അവർ വീണ്ടും പ്രാർത്ഥിച്ചു. ഫാദർ ജോസഫ് വീണ്ടും വന്നു. അദ്ദേഹം പറഞ്ഞു, ആത്മാവ് പോയി, അവൾക്ക് വിശ്രമം കിട്ടി. അവളുടെ കുഞ്ഞിനെ അവൾ കണ്ടെത്തി. ജെയിംസിനും അമൃതയ്ക്കും ഒരു ആശ്വാസം തോന്നി. അവർ ഫാദർ ജോസഫിന് നന്ദി പറഞ്ഞു. പക്ഷേ ജെയിംസിൻ്റെ മനസ്സിലൊരു ചോദ്യം ബാക്കിയായി. ഫാദർ, ആ സ്ത്രീ, അവർക്ക് എന്താണ് സംഭവിച്ചത്? അവൻ ചോദിച്ചു. ഫാദർ ജോസഫ് ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ അദ്ദേഹം തുടർന്നു. ഞാൻ അന്വേഷിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവതി മരിച്ചു. അവളെ ആ സെമിത്തേരിയിലാണ് അടക്കം. ആ സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. കുഞ്ഞു ജനിക്കുന്നതിന് മുൻപേ അവൾ മരിച്ചു. അവൾ തൻ്റെ കുഞ്ഞിനൊപ്പം അടക്കം ചെയ്യപ്പെട്ടു. പക്ഷേ അവളുടെ ആത്മാവിന് വിശ്രമം കിട്ടിയില്ല. അവൾ തൻ്റെ കുഞ്ഞിനെ തേടി അലഞ്ഞു. ഇപ്പോൾ അവൾക്ക് വിശ്രമം കിട്ടി. ജെയിംസ് ആശ്വസിച്ചു. അവൻ തൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ആ വിചിത്രമായ അനുഭവങ്ങൾ എപ്പോഴും അവൻ്റെ ഓർമ്മകളിലുണ്ടായിരുന്നു. അതവനെ കൂടുതൽ ശ്രദ്ധാലുവും ഭയഭക്തിയുള്ളവനുമാക്കി. അവൻ പതിവായി പള്ളിയിൽ പോകാൻ തുടങ്ങി. അവൻ ഫാദർ ജോസഫുമായി സൗഹൃദത്തിലായി. അവൻ ആ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു. ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയാത്ത പലതുമുണ്ട്. നമ്മളവയെ മാനിക്കണം, ഭയപ്പെടണം. പക്ഷേ അവ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അവരാ വീട്ടിൽ തന്നെ തുടർന്നു. ആ ആത്മാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും അപ്രത്യക്ഷമായി. അഞ്ജലി ആരോടും ശൂന്യതയിൽ നോക്കി ഇപ്പോൾ സംസാരിക്കുന്നില്ല. അവളൊരു സാധാരണ കുട്ടിയായി മാറി. ജെയിംസും അമൃതയും ആശ്വസിച്ചു. അവരൊരു പുതിയ ജീവിതം ആരംഭിച്ചു. ഭയമില്ലാതെ സമാധാനമുള്ള ഒരു പുതിയ ജീവിതം.